ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റുള്ള ഏത് കേക്കിനേക്കാളും ടേസ്റ്റിയായും സോഫ്റ്റായും നമുക്ക് അരിപ്പൊടി കൊണ്ട് കേക്ക് ഉണ്ടാക്കാം, അതും പെട്ടെന്ന്. അതിനായി ആദ്യം ഇൻഗ്രീഡിയൻസും അതിനുള്ള പാത്രങ്ങളും റെഡിയാക്കി വെക്കണം. ഇൻഗ്രീഡിയൻസ് എടുക്കുന്ന പാത്രങ്ങളും മിക്സിയുടെ ജാറിലും ഒന്നും ഒട്ടും വെള്ളമയം കാണരുത്. അതുപോലെ ബാറ്റർ ഒഴിക്കാനുള്ള കേക്ക് ടിന്നും തയ്യാറാക്കി വെക്കണം. അളവുകളൊക്കെ കൃത്യമായിരിക്കണം. റൈസ് ഫ്ലോർ കൊണ്ടുള്ള കേക്ക് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. വാനില എസൻസ് കയ്യിലില്ലാത്തവർ പഞ്ചസാരയുടെ കൂടെ ഏലക്ക ചേർത്ത് പൊടിക്കണം. ഈ പൊടിച്ച ഷുഗറിലേക്ക് 4 മുട്ട ചേർത്ത് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്യണം. മുട്ട നന്നായിട്ട് പതഞ്ഞു വരണം. ഇവിടെ ഞാൻ പാല് ചേർക്കുന്നില്ല. പാല് ചേർക്കുകയാണെങ്കിൽ മുട്ടയുടെ എണ്ണം പകുതിയാക്കണം. ഇനി നന്നായി പതഞ്ഞു വന്ന പഞ്ചസാര മുട്ട മിക്സിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുക. കൂടെ തന്നെ 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലും. അതിന് പകരം ബട്ടർ വേണേലും ചേർക്കാം. ഇനി കുറച്ച് ബീറ്റ് ചെയ്തതിന് ശേഷം ഇത് വലിയൊരു ബൗളിലേക്ക് മാറ്റുക. അടുത്തതായി 1 കപ്പ് ഇടിയപ്പപ്പൊടിയോ പത്തിരിപ്പൊടിയോ ഒരു അരിപ്പയിലേക്ക് ഇടുക. കൂടെ 3/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, അതുപോലെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, ലേശം ഉപ്പ് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് മുട്ട ബാറ്ററിലേക്ക് കുറേശ്ശെയായിട്ടിത് ചേർക്കുക. എന്നിട്ടിത് ചേർത്തതിന് ശേഷം വിസ്ക് ഉപയോഗിച്ച് ഇളക്കുക. അങ്ങനെ മുഴുവൻ അരിപ്പൊടിയും ഇട്ട് നന്നായി മിക്സ് ആക്കുക. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഈ രീതിയിലായിരിക്കണം. ഇനി കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിക്കുക. ഒഴിച്ച ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്യണം. എന്നിട്ടിത് പ്രീ ഹീറ്റഡ് ഓവനിൽ വെക്കണം. 40 മിനിറ്റ് ബേക്ക് ചെയ്യുക. ഗ്യാസ് സ്റ്റൗവിലും ഇത് വെക്കാം. എന്നെപ്പോലും അതിശയിപ്പിക്കുന്ന വിധത്തിൽ കേക്ക് നന്നായി പൊങ്ങി സോഫ്റ്റായി വന്നു. പക്ഷെ ഒരു തെറ്റ് പറ്റി. കുറച്ച് വലിയ കേക്ക് ടിൻ ഉപയോഗിക്കേണ്ടതായിരുന്നു. ചെറിയ ടിൻ ആയതുകൊണ്ട് കേക്ക് കുറച്ച് ഒതുങ്ങിപ്പോയി. പക്ഷേ സോഫ്റ്റ്നെസ്സിന് ഒട്ടും കുറവ് വന്നില്ല. അടിപൊളി ടേസ്റ്റും. സാധാരണ 1 കപ്പ് പൊടി എടുക്കുമ്പോൾ ഈ പാത്രം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ എന്നെ കൂടെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കേക്ക് നല്ല സ്പോഞ്ചി ആയിട്ട് പൊങ്ങി വന്നു. എന്തായാലും അധികം എഫേർട്ടൊന്നുമില്ലാതെ ബീറ്ററൊന്നും ഉപയോഗിക്കാതെ തന്നെ മുട്ടയൊക്കെ മിക്സിയിൽ കറക്കിയെടുത്ത് അരിപ്പൊടിയുമായി മിക്സ് ചെയ്ത് ഉണ്ടാക്കിയ ഈ കേക്ക് അടിപൊളിയാണ്. തീർച്ചയായിട്ടും നിങ്ങളും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകുന്ന കേക്ക്. മൈദ കൊണ്ടുണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റിയും സ്പോഞ്ചിയുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.